പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ നിന്ന് നീലക്കുറിഞ്ഞി വസന്തം ആസ്വദിക്കണമെങ്കിൽ കൊളുക്കുമലയിലെത്തണം. സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരത്തിലുള്ള കൊളുക്കുമലയുടെ നെറുകയിൽ വയലറ്റ് വസന്തം തീർത്ത് വിരിഞ്ഞു നിൽക്കുന്ന നീലക്കുറിഞ്ഞികൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. പ്രളയക്കെടുതിയിൽ നിന്നും കരകയറുന്ന ഇടുക്കിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ കുറിഞ്ഞിപ്പൂക്കാലം പകർന്നു നൽകുന്നത്. കൊളുക്കുമലയിലെ വിസ്മയ കാഴ്ച പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. അത് കണ്ടുതന്നെ ആസ്വദിക്കണം. പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം വസന്തം തീർക്കുന്ന നീലക്കുറിഞ്ഞി മിഴി തുറന്ന ഹൈറേഞ്ചിന്റെ മലനിരകളിൽ വിസ്മയക്കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരിക്കുകയാണ്. പ്രളയക്കെടുതിയിൽ വിനോദസഞ്ചാര മേഖല പാടെ തകർന്നപ്പോൾ ഇടുക്കിക്ക് കരകയറുന്നതിനുള്ള വസന്തകാലം കൂടിയാണ് ഇത്തവണ വിരുന്നെത്തിയിരിക്കുന്നത്. മൂന്നാർ രാജമലയിലും മറയൂർ മലനിരകളിലും കേരള തമിഴ്നാട് അതിർത്തി മലനിരയായ കൊളുക്കുമലയിലും നീലക്കുറിഞ്ഞികൾ പൂവിട്ടു കഴിഞ്ഞു. നീലക്കുറിഞ്ഞി വസന്തത്തിന്റെ വരവറിഞ്ഞ നിരവധി സഞ്ചാരികളാണ് ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. ഇതിൽ പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ നിന്ന് ഏറ്റവും ആസ്വാദ്യകരമായ കാഴ്ചയാണ് കൊളുക്കുമലയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരത്തിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സൂര്യനെല്ലിയിൽ നിന്നും 12 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊളുക്കുമലയിൽ എത്തിച്ചേരാം. പച്ചവിരിച്ച മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊളുക്കുമല ഇപ്പോൾ വയലറ്റ് വസന്തത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മൂന്നാറിന്റെ മറ്റു പല മേഖലകളിലും നീലക്കുറിഞ്ഞികൾ പൂവിട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും മനോഹരമായ കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരിക്കുന്നത് കൊളുക്കുമലയിലാണെന്ന് സഞ്ചാരികളും പറയുന്നു. എന്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് കുടുംബസമേതം. ഞങ്ങളിവിടെ കൊളുക്കുമലയില് നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണാനായിട്ട് വന്നതാണ്. 12 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നതാണിത്. നേരത്തെ പല സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്രയും അധികം പൂക്കൾ ഒരുമിച്ച് പൂത്തു നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് വന്നു കഴിഞ്ഞാൽ. നിലവിൽ നീലക്കുറിഞ്ഞി വസന്തം ആസ്വദിക്കുന്നതിനായി സഞ്ചാരികൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രദേശവാസികളും പറയുന്നു. எனக்கு நினைவுக்கு ஒரு 2006ல இதுக்கு முந்தி பூத்திருக்குது. இப்ப 2018 12 வருஷத்துக்கு அப்புறம் அந்த இடத்துல பூத்திருக்குது. இது இப்ப இந்த நேச்சுரல் கலாமிட்டிஸ்னால யாருக்கும் அதிகம் தெரியல. இப்ப தெரிஞ்சவங்க வந்து பார்த்து போறாங்க. இப்போ ஒரு 10 டேஸா இது நல்லா பூத்து நல்லா ப்ளூமிங்கா இருக்குது. நாங்க விசாரிச்சு பார்த்தல நாங்க போய் பார்த்தல ராஜமலை இந்த மூணார் ஏரியால காட்டிலும் பூ வந்து நல்லாவே ப்ளூமா இருக்கு. நல்லா பூத்திருக்கு കൊളുക്കുമലയില. മഞ്ഞുമൂടിയ മലനിരകളും തമിഴ്നാടിന്റെ വിദൂര ദൃശ്യവും കൊളുക്കുമലയിൽ നിന്നുള്ള മനോഹര കാഴ്ചയാണ്. മാത്രവുമല്ല അതിരാവിലെയുള്ള ഉദയക്കാഴ്ചയും ഏറെ ആസ്വാദ്യകരമാണ്. ഇനിയൊരു വസന്തകാലത്തെ വരവേൽക്കുവാൻ ഒരു പതിറ്റാണ്ടിലധികം കാത്തിരിക്കണം. ഇത്തവണത്തെ നീലക്കുറിഞ്ഞി വസന്തം ഇടുക്കിയുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. കൊളുക്കുമലയിൽ നിന്നും ക്യാമറാമാൻ ജെൻസൺ ക്ലമന്റിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ.